ഹായ്. രജിഷ, ചില കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരും, ചില കഥാപാത്രങ്ങൾ നമ്മൾ തേടി പോകണം. ഇപ്പം മാരിസിലോയിലെ പടം എന്ന് പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്ക് എല്ലാവരും എത്രത്തോളം ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡെപ്തിലേക്ക് അത് ചെയ്യുക, എന്തൊക്കെ പെർഫോമൻസിന്റെ ലെവലുകളാണ്, എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പൊ രജിഷ കാത്തിടുന്ന ആദ്യത്തെ ട്രെയിലർ കാണുമ്പോൾ എങ്ങനെയായിരിക്കും വരാൻ ആളുകൾ എക്സൈറ്റഡ് ആയിരുന്നു. തിയേറ്ററിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഇന്ത്യൻസാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് കേരളം, തമിഴ്നാട്, മലയാളം, തെലുഗു, കന്നഡ, തമിഴ്, ഹിന്ദി ഒന്നുമില്ല. എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ, എവിടെ നല്ലൊരു സിനിമ കിട്ടുമോ, എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുമോ, അപ്പോൾ ഓടി ചെന്നുപോയി അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. മാരി സാറിനെ പോലെയുള്ള ഒരു വിഷനറി, ഒരു ബ്രില്യൻ ഡയറക്ടർ. അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറെൻറ്റും ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത്. എനിക്ക് ബൈസിൻ്റെ കഥ എന്താണെന്നോ എൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഷൂട്ടിന് 2 ദിവസം മുന്നെയാണ് കഥ എന്താണ് എന്ന് ഞാൻ അറിയണത്. അപ്പം നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പഴകി. നമ്മളാരും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനാണെങ്കിലും ധ്രുവാണെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ അവിടെ പോയി നിന്ന് ആ പണിയൊക്കെ ചെയ്ത്, എന്നാലും നമുക്ക് ഈ മേക്കപ്പ് ഇട്ട് മുടിയടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് അഭിനയിക്കുന്നതല്ല. നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ, അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിൽ ഒക്കെ നമ്മൾ അത്ര എഫേർട്ട് ഇടണമല്ലോ. അപ്പം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളാണ്, ഫിലിം മേക്കിംഗ് ആണ് മാരി സാറിൻ്റെ. അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് 2 chances with him. ആൻഡ് ഇത്തവണ ബൈസൺ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലെയറിങ് ഈ ക്യാരക്ടറിനുണ്ട്. കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഡബ് ചെയ്ത രവീനയാണ്. ഐ ഹാവ് ടു താങ്ക് ഹെർ ഓൾസോ. കാരണം അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വലി എ വോയിസ് ഓൾസോ. സോ താങ്ക്സ് ടു രവീന ഓൾസോ. ஒரு வைப்ரேஷன் இருக்கணும், ஒரு சின்ன ஒரு ஷேக் இருந்துகிட்டே இருக்கணுன்றது தான் ஒரு எல்லா சீக்வன்ஸுக்குமே. மெயினாக பஸ் சீக்வன்ஸ்க்கு அது இருந்துச்சு. இனிஷியலாக ஷார்ட் எடுக்கும்போது ரொம்ப ஷேக்கியாக இருக்கான்னு தோணுச்சு. பட் ஷார்ட்ஸ் எடுக்க பார்த்தீங்கன்னா அது ரொம்ப நேச்சுரலாக இருக்குது. ஸோ இந்த சீக்வன்ஸ்க்கு அது ஹெல்ப் பண்ணுவோம்னு தோணுச்சு. ஸோ இதெல்லாம் கலெக்டிவாக ஹெல்ப் பண்ணது தான் இந்த சீக்வன்ஸ்க்கு வந்தது. நம்ம நாட்டோட ஒரு கதி பார்த்தீங்கன்னா, மனிதனுக்கு அடிப்பட்டால் கூட பரவாயில்ல, மாட்டுக்கு அடிப்பட்டால் அது ரொம்ப ரொம்ப பிரச்சனை ஆயிடுது. இப்போ இந்த படத்துல மாட்டை அடிக்கிறாங்க, மாட்டை கொல்றாங்க, மாட்டோட குடலை வேற வெளியில் எடுக்கிறாங்க. ஆடோட 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 பயம் இருந்தது அந்த சீக்வன்ஸை யோசிக்கும் போது, பிக்சரைஸ் பண்ணும்போது. கொஸ்டின் அது என்ன சொல்ல வரீங்க? இல்ல பயம் இருந்ததா? இது பயம், அந்த பயத்தை காட்டுறதுக்கு தான். அந்த சீனோட அந்த சீன் நீங்க கரெக்டா சொல்லணும்னா, என்னோட ஸ்கிரிப்ட்ல இந்த சீன் லாஸ்ட் இருந்துச்சு. ஃபர்ஸ்ட் பவுண்டர்ல இந்த சீன் லாஸ்ட் அந்த கலவரத்துக்குள்ள இருந்துச்சு. இந்த சீன் திட்டான ஊர் தேவையோ அது நான் பண்ண முயற்சி பண்ணேன். அண்ட் அங்கே இருக்கிற பசங்க அவங்களோட பில்டி எப்படி இருக்கும், அவங்க என்ன மாதிரி ஒர்க் அவுட்லாம் பண்ணுவாங்கலாம் பார்த்து அது ரொம்ப இயல்பாக செஞ்ச ஒரு விஷயம்தான். அது கான்ஷியஸாக ட்ரான்ஸ்ஃபார்ம் ஆகணும்னு யோசிக்காமல் எப்படி இயல்பாக ஒரு கபடி பிளேயராக மாறணும்னு நினச்சிட்டு தான் பண்ண விஷயம். கிட்டனோட ஸ்போர்ட்ஸ் ஜேர்னியும் உங்களோட சினிமா ஜேர்னியும் ரொம்ப சிமிலாரிட்டிஸ் இருக்கு. எல்லாருக்கும் தெரியும் கிட்ட ரொம்ப பொட்டன்ஷியல் இருக்கு, ஆனால் அவன் லிஸ்ட்டுக்குள்ள வரல. உங்களோட சினிமாட்டிக் ஜேர்னியோட ஆரம்பத்துலேயுமே எல்லாருக்கும் தெரியும் உங்களுக்கு பொட்டன்ஷியல் இருக்கு, ஆனால் அது அவ்வளோ ஈஸியாக அமையலை. எப்பாவது நாம தான் கிட்டதான் நாம அந்த மாதிரி ஒரு அனாலஜி உங்களுக்கு ஃபீல் ஆயிருக்கா? அழகான கேள்வி, தேங்க்யூ ஸோ மச். அந்த மாதிரி நான் யோசிச்சது இருந்தேன். நீங்கள் சொல்லும் போது எஸ், மேபி அந்த மாதிரி ஒரு ஆங்கிள் இருக்குது. எப்பவுமே இந்த மாதிரி ஒரு கேரக்டர் அவனோட கனவுக்காகவும் அவன் லட்சியத்துக்காகவும் அவன் போராடும் போது, ஒரு ஆக்டராக நம்ம அந்த மாதிரி ஒரு கேரக்டர் நம்ம பண்ணும்போது அது ஒரு செம்ம விஷயம். ஆக்சுவலாக ஐம் வெரி ஹாப்பி. உங்களுக்கு அந்த மாதிரி ஒரு சிமிலாரிட்டி தெரிஞ்சதுன்னா ரொம்ப சந்தோஷம். தேங்க்யூ. இந்த டைனிங் டேபிள்